അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് ഒരു ഐഫോൺ എങ്ങനെ ഒരു PC അല്ലെങ്കിൽ ലാപ്ടോപ്പ് യൂസ് ചെയ്തിട്ട് സോഫ്റ്റ്വെയർ ചെയ്യാന്നുള്ളതാണ്. നമുക്ക് പ്രധാനമായിട്ടും സോഫ്റ്റ്വെയർ ചെയ്യാനായിട്ട് രണ്ട് ആപ്ലിക്കേഷനുകളാണുള്ളത്. ഫസ്റ്റ് വൺ 3U ടൂൾസ്. 3U ടൂൾസിലാണ് ഒന്ന് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐട്യൂൺസ് ആണ്. ഐട്യൂൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്പിളിന്റെ ഓതറൈസ്ഡ് ആപ്ലിക്കേഷൻ ആണ്. പക്ഷെ 3U ടൂൾസ് ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷനാണ്. ഈ ഒരു രണ്ട് വ്യത്യാസമുണ്ട്. ഈ രണ്ട് ആപ്ലിക്കേഷൻ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സോഫ്റ്റ്വെയർ ചെയ്യാം. അപ്പൊ നമ്മൾ ഇന്നിപ്പോ ചെയ്യാൻ പോകുന്നത് ഐട്യൂൺസ് വെച്ചിട്ടാണ്. ഫസ്റ്റ് നമുക്ക് ഐട്യൂൺസ് വെച്ചിട്ട് ഇങ്ങനെ സോഫ്റ്റ്വെയർ ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പൊ അതെങ്ങനെയാ നോക്കാം. അതിനുവേണ്ടി ആദ്യം സിസ്റ്റത്തിൽ ഐട്യൂൺസ് ഓപ്പൺ ചെയ്യാം. ആ സമയത്ത് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും വരിക. ഇനി നമ്മൾ PC-യുമായിട്ട് ഫോൺ ഒരു വയർ ത്രൂ കണക്ട് ചെയ്യാം. ആ സമയത്ത് ഇങ്ങനെ ഒരു വിൻഡോ വരും. ഉടനെ തന്നെ ഒരു പോപ്പപ്പ് മെസ്സേജ് വരും, ഡൗൺലോഡ് ആൻഡ് അപ്ഡേറ്റ് അല്ലെങ്കിൽ ഡൗൺലോഡ് ഓൺലി എന്നുള്ള രണ്ട് ഓപ്ഷൻ ഇവിടെ കാണാം. അതിൽ ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. ഡൗൺലോഡ് ഓൺലി കൊടുത്തു കഴിഞ്ഞാൽ ഡൗൺലോഡിങ് മാത്രമേ നടക്കുകയുള്ളൂ. ശേഷം ഇങ്ങനെ ഒരു ഒതന്റിക്കേഷൻസ് ഒക്കെ ഓക്കെ കൊടുത്ത് ഫോൺ പാസ്വേഡ് അടിച്ചു കഴിഞ്ഞാൽ ഈ ഡൗൺലോഡ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫ്രെയിംവെയർ വെർഷൻ അവിടെ ഡൗൺലോഡ് ആവുന്നത് കാണാം. ഇനി നമ്മൾ ഡൗൺലോഡ് ആൻഡ് അപ്ഡേറ്റ് എന്നുള്ള ഓപ്ഷനാണ് കൊടുത്തിടണമെന്നുണ്ടെങ്കിൽ ഈ ഡൗൺലോഡിങ് കഴിഞ്ഞ ഉടനെ തന്നെ ഫോൺ അപ്ഡേറ്റ് ആവുന്നതാണ്. ഇനി അങ്ങനെ കൊടുത്തിട്ടില്ല, ഡൗൺലോഡ് ഓൺലി ആണെങ്കിൽ നമ്മൾ ഈ അപ്ഡേറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെർമിഷൻസ് ഒക്കെ ഓക്കെ എടുത്ത് ഫോണിൽ പാസ്വേഡ് അടിച്ചു കഴിഞ്ഞാൽ ആ ഫ്രെയിംവെയർ വെർഷൻ എക്സ്ട്രാക്റ്റ് ആവുകയും അതിനുശേഷം ഫോൺ സോഫ്റ്റ്വെയറിങ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും. ഫോൺ ജസ്റ്റ് ബാക്കിംഗ് അപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ബാക്കിംഗ് അപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഓട്ടോമാറ്റിക് ആയിട്ട് നടക്കും. ഈ സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ ഫോണ് സ്വിച്ച് ഓഫ് ആവുകയും വേറൊരു മോഡിലേക്ക് ഓണായി വരികയും ഒക്കെ ചെയ്യും. ഇതൊക്കെ ഓട്ടോമാറ്റിക് അപ്ഡേഷൻ പ്രോസസ്സിൻ്റെ ഭാഗമാണ്.